وجعلوا لله شركاء الجن وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 58-ാമത് ക്ലാസ്സിൽ നമുക്കിന്ന് പരിശോധിക്കാനുള്ളത് 100-ാമത്തെ ആയത്ത് മുതൽക്കാണ്. وَجَعَلُوا لِلَّهِ شُرَكَاءَ الْجِنَّ وَخَلَقَهُمْ وَخَرَقُوا لَهُ بَنِينَ وَبَنَاتٍ بِغَيْرِ عِلْمٍ سُبْحَانَهُ وَتَعَالَى عَمَّا يَصِفُونَ. وَجَعَلُوا لِلَّهِ, അവർ അല്ലാഹുവിന് ഉണ്ടാക്കി, ശുറക്കാ, പങ്കാളികളെ, ശരീക്കും ശുറക്കാവിൻ, അൽ ജിന്ന, ജിന്നുകളായ, ജിന്നുകളിൽ നിന്നുള്ള, വഖലഖഹും, അവരെ അവൻ സൃഷ്ടിച്ചതാണ്. ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നിരിക്കെ ആ ജിന്നുകളെ അവർ മനുഷ്യർ അള്ളാഹുവിന് പങ്കാളികളാക്കി മാറ്റിയിരിക്കുന്നു. വഖറഖൂ ലഹു, ഖറഖ, ആരോപിച്ചുണ്ടാക്കി, വഖറഖൂ ലഹു, അള്ളാഹുവിന് അവർ ആരോപിച്ചുണ്ടാക്കി, ബനീന, പുത്രന്മാരെയും, ബനാത്തിൻ, പുത്രിമാരെയും, ബിൻതുൻ, ബനാത്തുൻ, ഇബ്നുൻ, ബനീന, ബനീന, ബനാത്ത്, പുത്രന്മാരെയും പുത്രിമാരെയും അള്ളാഹുവിന് അവർ ഉണ്ട് എന്ന് ആരോപിച്ച് പറയുകയും ചെയ്യുന്നു. ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ. സുബ്ഹാനഹു, അവൻ ഏറെ പരിശുദ്ധനാകുന്നു. വതആല, അവൻ ഉന്നതനായിരിക്കുന്നു. അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം. അവർ വസ്തു പറയുന്ന, അവർ പറഞ്ഞുണ്ടാക്കുന്ന, അവർ വിശേഷിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇങ്ങനെയുള്ള വിശേഷണങ്ങളിൽ നിന്നൊക്കെ സുബ്ഹാനഹു, അവൻ ഏറെ പരിശുദ്ധനാണ്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അള്ളാഹുവിന് ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ശരീക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ആരോപണം അവർ ഉന്നയിച്ചത് അള്ളാഹുവിന് ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, വബനാത്തിൻ, പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ അവർ പറയുന്നത് ബിഗൈരി ഇൽമിൻ, ഒരു അറിവും ഇല്ലാതെയാണ്. ബിഗൈരി, കൂടാതെ, ഇല്ലാതെ, ഇൽമില്ലാതെ. സുബ്ഹാനഹു, അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ പറയുന്ന സുബ്ഹാന, അല്ലാഹു ഏറെ പരിശുദ്ധൻ. വതആല, ഉന്നതനും ആയിരിക്കുന്നു. അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല എന്ന് പറയുന്നില്ല നമ്മള്, അല്ലാഹു തആല, തആല, അവൻ ഉന്നതനായിരിക്കുന്നു. അല എന്ന് പറഞ്ഞ മുകളിൽ, തആല, അവൻ ഉന്നതനും ആണ്. അമ്മാ യസിഫൂൻ, അമ്മ, ഒരു കാര്യത്തെ സംബന്ധിച്ച്, യസിഫൂൻ, അവർ വസ്ഫ് പറയുന്നു, അവർ വിശേഷിപ്പിച്ച് പറയുന്നു, അവർ കെട്ടിയുണ്ടാക്കി പറയുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു ഏറെ പരിശുദ്ധനാകുന്നു. മനസ്സിലായല്ലോ?
അൽ യഹൂദ് വൻ നസാറ ഫഖാലു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഹുഹു. യഹൂദികളും നസാറാക്കളും അവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ അബ്നാഉല്ലാഹി, അള്ളാഹുവിന്റെ ആൺമക്കളാണ്, അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. വഅഹിബ്ബാഹുഹു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന് ഈ രണ്ട് വിഭാഗം പറയാറുണ്ടായിരുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കു അൽ അറബ് ഫകാനു യഅ്ബുദൂന അല്ലാത്ത വൽ ഉസ്സ. അറബ് ലോകത്തെ മുശ്രിക്കുകൾ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് അവർ പറയും, ഫയഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, അൽ ഉസ്സ ബനാത്തുല്ലാഹി, ഉസ്സ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അതേപോലെ മലക്കുകളെ സംബന്ധിച്ചും അവർ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നിങ്ങനെ അറബ് ലോകത്ത് മുശ്രിക്കുകൾ അന്ന് അക്കാലഘട്ടങ്ങളിൽ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള വാദത്തെ വിമർശിക്കുന്ന ആയത്താണിത് എന്ന് നമ്മൾ കാണുക. ഇത്രയൊന്നല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്? അള്ളാഹുവിന്റെ മലക്കുകളെ പെൺമക്കളായി കാണുന്നു. അതേപോലെ ലാത്തയും ഉസ്സയും അതേപോലെയുള്ള ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന പലരും ഉസ്സ അള്ളാഹുവിന്റെ പെൺമക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർ ഞങ്ങൾ തന്നെ അള്ളാഹുവിന്റെ മക്കളാണ്, കാരണം ഈസാ നബിയുടെ അനുയായികളാണ്, ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നിങ്ങനെ ഉള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ദൈവങ്ങളെയാണ് ആളുകൾ ആരാധിക്കുന്നത് നോക്കൂ. ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിന് പുറമെ കേവലം വിഗ്രഹങ്ങളെ മാത്രമല്ല ദൈവങ്ങളാക്കി ആരാധിച്ചും പ്രാർത്ഥിച്ചും വരുന്നത്. പലതരത്തിലുള്ള ദേവീ ദേവന്മാരുണ്ട്, ഭൂതപിശാചുക്കളുണ്ട്, വനങ്ങൾ, കാടുകൾ, നദികൾ, മഹാരോഗങ്ങൾ, രാജ്യങ്ങൾ, കുലവർഗങ്ങൾ, അങ്ങനെ ഒരുപാട് മുക്കോടി എന്താ പറയല്, 30 ദൈവങ്ങൾ എന്ന് പറയാറില്ലേ? അത് നമ്മളെ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റിലെവിടെങ്കിലും പരിശോധിച്ച് നോക്കിയാൽ, ഇവരുടെ ദൈവങ്ങളുടെ പേരുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ആയിരക്കണക്കിന് ഓരോ വിഭാഗവും ആരാധിക്കുന്ന ദൈവങ്ങളുടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ലിസ്റ്റ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് കുറെ എണ്ണം, അതിനെ ജസ്റ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താണ്. പിന്നെ ആദിപരാശക്തി, ഭുവനേശ്വരി, ഭഗവതി, മഹാമായ, മഹാദേവി, ദുർഗ, മഹാകാളി, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയാ ഉള്ളതെന്നറിയോ? ഒരു പേജിൽ ഒരു 10-50 എണ്ണത്തിന്റെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത പേജിൽ അതിനേക്കാൾ കൂടുതൽ ദൈവങ്ങളെ സംബന്ധിച്ച് മഹാവിഷ്ണു, ദുർഗ, ലക്ഷ്മി, ശിവൻ, പാർവതി, ഭദ്രകാളി, ചാമുണ്ടേശ്വരി, ചണ്ഡിക, കാളി, ദുർഗ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോ അതിനനുസരിച്ചുള്ള ദൈവങ്ങളെയാണ്. പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ ഉണ്ടാകുമ്പോ അത്തരത്തിലുള്ള ദൈവങ്ങളെ, സന്തോഷത്തിന്റെ രംഗങ്ങളിൽ അങ്ങനെയുള്ള ദൈവങ്ങൾ, അങ്ങനെ എത്രയാ ഓരോരുത്തരും ഇങ്ങനെ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നത്. അതിൽ ചിലതെണ്ണം ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തുമാത്രം വലിയ അനുഗ്രഹീതരാണ്. ഏകരക്ഷിതാവിനെ മാത്രം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അവനെ അവലംബിക്കാനുമുള്ള സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. എത്രമാത്രം പടച്ചവനെ സ്തുതിച്ചാലും സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ഇതൊക്കെ കാണുമ്പോ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ്. മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളായി അറബി മുശ്രിക്കുകൾ സങ്കല്പിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുന്ന ജനവിഭാഗങ്ങളുണ്ട്. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയുന്ന വിഭാഗം വേറെയുണ്ട്. അത് ജൂതന്മാർ അങ്ങനെയാണ്. ഇപ്പോ ഉസൈറിനെ സംബന്ധിച്ചുള്ള വാദത്തിന് അത്ര പ്രസക്തി കാണപ്പെടുന്നില്ലെങ്കിലും അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്
ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വലിയ അബദ്ധമാണ് കേട്ടോ. ഇങ്ങനെ അള്ളാഹുവിന് പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ നിങ്ങൾ പടച്ചുണ്ടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇത്രയൊക്കെ പരിഷ്കരിച്ച ഒരു സമൂഹത്തിൽ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യും എന്ന് പറയുന്ന ഔലിയാക്കന്മാരെയും അതേപോലെയുള്ള അവരെ ബഹുമാനിക്കുന്ന മറ്റു പലരെയും ഒക്കെ ആ മർത്തബയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന പലരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്ക് നീങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ അടിക്കടി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്. മനുഷ്യരുടെ അന്ധവിശ്വാസത്തിന്റെയും അവരുടെ ഈ തരത്തിലുള്ള ആരാധനാകർമ്മങ്ങളുടെയും ഒക്കെ ഒരു ഉദാഹരണമാണ്. വിഗ്രഹങ്ങൾക്ക് നോൺ വെജ് ആണ് കൊടുക്കുന്നത്. നല്ല ചിക്കൻ ബിരിയാണിയാണ് വിഗ്രഹങ്ങൾക്ക് കുഴച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതേപോലെ ആണ് അള്ളാഹുവിനെ അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ഒക്കെ അവലംബിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് തിരിച്ചറിയാം. നമ്മൾ 101-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ പല തവണ പറഞ്ഞു പോയതായതുകൊണ്ട് അത് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ ആ സംഗതികളെ കൃത്യമായി അള്ളാഹു അതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കും ആചാരത്തിലേക്കും ആളുകൾ പോകുന്നത് എന്നാണ് 101-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ബദിഉസ് സമാവാതി വൽ അർദ് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൽ ലഹു സാഹിബ വഖലഖ കുല്ല ശൈഇൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവ് ആണ് അവൻ. ബദിയ, നിർമ്മാതാവ്. നിർമ്മിച്ചുണ്ടാക്കിയ ആകാശങ്ങളും ഭൂമിയും നിർമ്മിച്ചുണ്ടാക്കിയ ഒരാൾക്ക് അന്നാ യകൂനു ലഹു വലദുൻ, അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? ആകാശങ്ങളും ഭൂമിയും ഒക്കെ ഉണ്ടാക്കിയത് അള്ളാഹു അല്ലേ? അപ്പൊ അള്ളാഹുവിന് ഏതെങ്കിലും ശരീക്കന്മാരെ സ്വീകരിക്കണമെങ്കിൽ ആകാശങ്ങളും ഭൂമിയും ഒക്കെ ശരീക്കന്മാരാണെന്ന് പറഞ്ഞൂടെ? ഈ ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സൃഷ്ടികളെയാണോ നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരായി ഉണ്ടാക്കുന്നത്? അന്നാ യകൂനു ലഹു വലദുൻ, എങ്ങനെ അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ടാകും? അങ്ങനെയാണെങ്കിൽ വലം തകുൽ ലഹു സാഹിബത്തുൻ, രണ്ടാമത്തെ മറ്റൊരു വിഷയം, അവനൊരു സാഹിബത്തില്ലല്ലോ. സാഹിബത്തുൻ കൂട്ടുകാരി എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ സാഹിബത്തുൻ എന്നുള്ളതിന് കൂട്ടുകാരി എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഖുർആൻ പറഞ്ഞത്. കൂട്ടുകാരി എന്നത് ഭാര്യക്ക് പറയുന്ന ഒരു പേരാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ എടുത്ത് പറഞ്ഞില്ലേ, വസ്വാഹിബത്തിഹി വഅഖീഹി. മനുഷ്യൻ എല്ലാവരിൽ നിന്നും തിരിഞ്ഞു മാറി ഓടിപ്പോകുന്ന ഒരു ദിവസം, അന്ന് വസ്വാഹിബത്തിഹി വഅഖീഹി, തന്റെ ഉറ്റ മിത്രത്തിൽ നിന്ന്, തന്റെ ജീവിതപാതിയിൽ നിന്ന്, അതേപോലെ തന്റെ സഹോദരനിൽ നിന്ന്. അപ്പൊ അവിടെ സാഹിബത്തുൻ പ്രിയതമ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അപ്പൊ അള്ളാഹുവിനൊരു സാഹിബത്ത് വേണ്ടേ? ഒരു കുട്ടി വേണമെങ്കിൽ ആ സാഹിബത്ത് ഉണ്ട് എന്ന് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അള്ളാഹുവിന് ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആൺമക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിന്റെ ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളും അള്ളാഹുവിനൊരു ഭാര്യയുണ്ട് എന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ ഇവിടെ ചോദ്യം. വലം തകുൽ ലഹു സാഹിബത്തുൻ, അള്ളാഹുവിന് ഒരു സാഹിബത്തുണ്ട്, ഒരു കൂട്ടുകാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാര്യയുണ്ട് എന്നെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? അങ്ങനെ അള്ളാഹുവിനില്ലല്ലോ, സാഹിബത്തില്ലല്ലോ. ഇല്ലാതെ പിന്നെ എങ്ങനെ ഒരു മകനുണ്ട്, കുട്ടിയുണ്ട് എന്ന് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് വാദിച്ചു കൊണ്ടിരിക്കുന്നു?
വഖലഖ കുല്ല ഷൈഇൻ, ആകാശങ്ങളും ഭൂമിയും മാത്രമല്ല, അവിടെയുള്ള മനുഷ്യ കുഞ്ഞ് മാത്രമല്ല, എല്ലാറ്റിനെയും വഖലഖ കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണവൻ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തെ പറ്റിയും അറിയുന്നവനല്ലേ അള്ളാഹു. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന് നിങ്ങൾ ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നതിന്റെ നിരർത്ഥകതയാണ് ഇവിടെ അള്ളാഹു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആയത്തിൽ അള്ളാഹു പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ ബദിഉൻ എന്നാണ്, നിർമ്മാതാവ്. ഒരു മാതൃകയില്ലാതെ എല്ലാറ്റിനും തുടക്കം കുറിച്ചവൻ, ഒരുപാട് സൃഷ്ടി നടത്തുന്നവൻ, അവനെയാണ് ബദിഉൻ എന്ന് പറയുക. അതേപോലെ അള്ളാഹുവിന് സാഹിബത്തില്ല എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സാഹിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് സാഹിബ്, അഹമ്മദ് സാഹിബ് എന്നൊക്കെ പറയാറുണ്ട്. കൂട്ടുകാരൻ എന്നർത്ഥത്തിലോ സഹവാസി എന്നർത്ഥത്തിലോ ആണ്. ഹിറാ ഗുഹയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, റസൂൽ തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, താങ്കൾ ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് അന്ന് റസൂൽ അവിടെ പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ അർത്ഥത്തിൽ ഈ സാഹിബത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ ഉപയോഗിച്ച ഈ സാഹിബത്ത് എന്ന വാക്ക് അള്ളാഹുവിന്റെ ജീവിതപാതി എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന വാക്കാണ് സാഹിബത്തുൻ എന്ന്. ഏറ്റവും തന്റെ കൂടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാൾക്ക് പറയുന്ന പേരാണല്ലോ സാഹിബത്തുൻ എന്നുള്ളത്. അത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. തന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് സാഹിബത്തുൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സാഹിബത്താണ് പരലോകത്ത് തന്നിൽ നിന്നും വിട്ട് അകന്നു പോകുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ മൂന്ന് വാക്കൊന്ന് പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിന് ഒരു കൂട്ടുകാരി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചൊരു വാക്ക് സൗജത്തുൻ അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പദങ്ങളല്ല, സ്വാഹിബത്തുൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ സ്വാഹിബത്താണ് അബൂബക്കർ സിദ്ദീഖ്. സാഹിബുൻ എന്ന വാക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും അടുത്ത മിത്രം എന്ന അടുത്ത കൂട്ടുകാരൻ എന്ന നിലക്ക് ഉപയോഗിച്ചത്. ആ വാക്ക് തന്നെയാണ് പരലോകത്തെത്തുമ്പോ തന്റെ പ്രിയതമ, തന്റെ ജീവിതപാതി തന്നിൽ നിന്നും മാറി ഓടിപ്പോകുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിച്ചത്. എങ്കിൽ ആ വാക്കിന്റെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ പോയി അത് പരിശോധിച്ചു നോക്കൂ. തന്റെ ജീവിതപാതിയെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു വാക്ക് ഉപയോഗിക്കാനില്ല എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശോധിക്കാനുള്ളത് ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവ്. ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത്, സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പാണ്. മറ്റൊരു ഭാഗത്ത് വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, ആകാശത്തെ നാം നമ്മുടെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്, എന്നിട്ട് നാം അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് നമ്മൾ എന്തെല്ലാം പുതിയ സൃഷ്ടികളെ കാണുന്നു, പുതിയ ജീവികളെ കാണുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന എന്തുമാത്രം കാഴ്ചകളാണ് ഓരോ ദിനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോ അതിനേക്കാളും വലിയ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സൃഷ്ടി നടത്തിയവനാണ് പടച്ച റബ്ബ് എന്ന്. അതൊക്കെ തന്നെ വെറുതെ ഏതെങ്കിലും മാതൃകകൾ നോക്കി സൃഷ്ടിച്ചതല്ല, എന്തെങ്കിലും ചിത്രം നോക്കി അതിനനുസരിച്ച് ഒരു സൃഷ്ടി ഉണ്ടാക്കിയതല്ല. യാതൊരു മാതൃകയും ഇല്ലാതെ അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടികളെ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തേണ്ട കാര്യമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരി, ഇവിടെ നമ്മൾ പറഞ്ഞത്
കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടു ജിന്നുകൾ അള്ളാഹുവിന്റെ ശരീക്കന്മാരാണ് എന്ന് വാദിച്ചവർ, അതേപോലെ അള്ളാഹുവിന് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് എന്ന് അങ്ങനെ വാദിക്കുന്ന ആളുകൾ, ആരാധന നടത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചൊക്കെയാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണെന്ന് ജൽപ്പിച്ചിരുന്ന ആളുകൾ, ഭൗതികാരാധകരായ മറ്റു സമുദായങ്ങളും ദൈവവുമായി വംശബന്ധം, പ്രത്യേകം ഞങ്ങൾക്ക് വംശബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഒരുപാട് ദേവീദേവന്മാരുടെ വലിയ പരമ്പര തന്നെ അവകാശപ്പെടാൻ പറ്റാവുന്ന സമുദായങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ വചനത്തിൽ ഭൗതിക വിശ്വാസികൾ ജിന്നുകളെ അള്ളാഹുവിന് പങ്കുകാരാക്കിയതും അവന് പുത്രന്മാരും പുത്രികളുണ്ട് എന്ന് വാദിച്ചതിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ അന്നാ യകൂനു ലഹു വലദുൻ, ഒരു കേവലം സന്താനം, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് നിങ്ങൾക്ക് വാദിക്കാനുള്ള ന്യായം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ കൃത്യമായ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ വിശദീകരിച്ചു. അങ്ങനെ സന്താനമുണ്ട് എന്ന് വാദിക്കണമെങ്കിൽ അള്ളാഹുവിന് ഒരു സാഹിബത്ത് ആവശ്യമല്ലേ, ഒരു കൂട്ടുകാരി ആവശ്യമില്ലേ? ആ കൂട്ടുകാരി ആരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അള്ളാഹു ചോദിച്ചിരിക്കുന്നത്. അതിന് വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ നോട്ടിൽ അടുത്ത സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. അത് കൂടുതൽ നമ്മൾ ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ്, കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പലതവണ വന്നുപോയ വിഷയങ്ങളായതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ വിശദീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദുഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദുഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. ദാലിക്കും ദാ എന്നുള്ളൊരു വാക്കാണ്, ലാ എന്നുള്ള വേറൊരു വാക്കാണ്, കും എന്നുള്ളത് അത് വേറൊരു വാക്കാണ്, കു മു. അത് നാലക്ഷരമാണ്. നാലക്ഷരത്തിനും പ്രത്യേകമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. ദാ എന്ന് പറയുമ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കാണ്. ലി എന്നുള്ളത് വിദൂരതയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. കും ക എന്നുള്ളത് ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖാത്തബിന്റെ ഒരു വാക്കാണ്. കുമു മു എന്നുള്ളത് അതിനെ ബഹുവചനാക്കി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, ദാലിക്കും വാക്കിന്റെ അർത്ഥം അങ്ങനെയുള്ളവനാണ്. ദാലിക്കും അങ്ങനെയുള്ളവനാണ്. ശരിയാ, അള്ളാഹു അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ അള്ളാഹു. എങ്ങനെയുള്ളവനാണ്? സാഹിബത്തില്ല, വലതില്ല, അതേപോലെ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതിന്റെ നിർമ്മാതാവാണ്. അത്രയും വലിയ ഒരാളായ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ അള്ളാഹു റബ്ബുക്കും, ആ റബ്ബ് ആ അള്ളാഹു നിങ്ങളുടെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന് മുമ്പ് റബ്ബുക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ റബ്ബാണവൻ, നിങ്ങളുടെ സംരക്ഷകനാണ്, നിങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്, നിങ്ങളുടെ സൃഷ്ടാവാണ്, നിങ്ങളുടെ സംരക്ഷകനാണ്. അവനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. ഫഅബ്ദൂഹു, അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖാണ് അവൻ. ഫഅബ്ദൂഹു, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളും അവരാരാധിക്കുന്ന സംഗതികളെയും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്.
ആ അള്ളാഹു, ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ അടങ്ങിയ അള്ളാഹു, ആ അള്ളാഹു എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ്. ഫഅബ്ദൂഹു, ഫഅബ്ദൂ, നിങ്ങൾ ആരാധിക്കുകയും ഹു, അവനെ. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, വഹുവ അവൻ, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളുടെയും, വക്കീലുൻ കൈകാര്യക്കാരനാകുന്നു, വക്കീലാകുന്നു, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനാണ്. എല്ലാ വിഷയങ്ങളുടെയും കൈകാര്യം ഏറ്റെടുക്കുകയും സൃഷ്ടാവ് ആണെന്ന് മാത്രമല്ല, സൃഷ്ടിച്ചു കഴിഞ്ഞ് വെറുതെ വിട്ടതല്ല, ഓരോന്നിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് വെറുതെ അതിന്റെ പാട്ടിന് പറഞ്ഞു വെച്ചതല്ല. എല്ലാ സൃഷ്ടിജാലങ്ങളെയും, മനുഷ്യരടക്കമുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും കൈകാര്യം അവൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. വക്കീലാണ്. നമ്മൾ പറയാ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ പറയാ, വക്കീൽ, എത്ര നല്ല വക്കീലാണ് അള്ളാഹു. അവിടെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവൻ എന്ന് പറയാറുണ്ട്. വക്കാലത്ത് കൊടുക്കലല്ല ഇവിടെ. നമ്മൾ വേറൊരാൾക്ക് വക്കാലത്ത് കൊടുക്കുമ്പോ നമ്മുടെ വിഷയങ്ങൾ മുഴുവനും അറിയുകയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യുകയും ചെയ്യാവുന്ന ഒരാൾക്കാണ് നമ്മൾ വക്കാലത്ത് കൊടുക്കാറുള്ളത്. ആ നിലക്ക് നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കേണ്ട കാര്യമല്ല. വേറൊരാളെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ, വക്കാലത്ത് കൊടുക്കുന്നത് പോലെ, അങ്ങനെ ഒരു വക്കീലാക്കി നമുക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാനും അതേപോലെ നമ്മുടെ കാര്യങ്ങൾ പറയാനും വേണ്ടി വേറെ ആൾക്ക് വക്കാലത്ത് കൊടുത്ത് വക്കീലാക്കി ചെയ്യുന്നത് പോലെയുള്ള ഒരു വക്കീലല്ല. അള്ളാഹു സ്വയം നമ്മുടെ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ ഉന്നതിക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ സൃഷ്ടാവ് എന്നുള്ള നിലക്ക് ഏതൊരു സൃഷ്ടിയോടും ആ നിലക്ക് കടപ്പെട്ട് വിരിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് ആ വക്കീൽ എന്ന വാക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞു കലിമത്ത് റബ്ബ്, റബ്ബ് എന്ന വാക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നതിന്റെ അതിന്റെ മുമ്പ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന്റെ മുമ്പ് നിങ്ങളുടെ റബ്ബ് അവനാകുന്നു എന്ന് പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് സൃഷ്ടിയുടെയും പരിപാലനത്തിന്റെയും ഉത്തരവാദി അള്ളാഹു ആയത് ആണ് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പരിപാലനം, നിങ്ങളുടെ സൃഷ്ടിപ്പ്, അതിന്റെ ഉത്തരവാദി ആരാണ്? ആരാ സൃഷ്ടിച്ചിരിക്കുന്നത്? ആരാ നിങ്ങളെ പരിപാലിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ, രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാകാം. അതങ്ങനെ ആകുമ്പോ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായതുകൊണ്ടും നിങ്ങളുടെ പരിപാലകനായതുകൊണ്ടും അള്ളാഹു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതൊരു ന്യായമല്ലേ? നിങ്ങളുടെ സൃഷ്ടാവാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പരിപാലകനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോ ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. അതൊരു ന്യായമായ പറച്ചിലല്ലേ അള്ളാഹു നടത്തുന്നത്? ആ നിലക്ക് ലാ ഇലാഹ ഇല്ലാഹുവ, അതേപോലെ ഫഅബ്ദൂഹു, നിങ്ങൾ അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ഫഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കുകയും ചെയ്യണേ എന്ന രൂപത്തിലാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രഗത്ഭമായ ഒരു പരാമർശം, വളരെ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു പരാമർശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ, സൃഷ്ടാവായിരിക്കുന്ന സ്ഥിതിക്ക് അവൻ തന്നെയാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത് എന്ന് പറഞ്ഞു. മലക്കുകളും മറ്റു ജീവജാലങ്ങളും അവര് ഉണ്ടാകുന്നതിന് മുമ്പ്, അവർ ഷഹാദത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവര് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു സൃഷ്ടാവാണ്. നമ്മൾ അള്ളാഹു ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഖാലിഖാണ് അള്ളാഹു. നമ്മളെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് ഖാലിഖാണ് അള്ളാഹു. അങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിദൻ ബിൽ ഖിസ്ത്. ഷഹിദല്ലാഹ്, അള്ളാഹു സാക്ഷിയാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ആരാണ് സാക്ഷി? അള്ളാഹു തന്നെയാണ് സാക്ഷി. ഒന്നാമത്തെ വൽ മലായികത്തു, മലക്കുകളും. മലക്കുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് മലക്കുകൾ എല്ലാവരും സാക്ഷി പറയും അള്ളാഹു അല്ലേ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുകളും പറയും അള്ളാഹുവാണ് സൃഷ്ടാവ്. അള്ളാഹു അല്ലേ ആരാധനക്കർഹൻ എന്ന് ചോദിച്ചാൽ മലക്കുകൾ എല്ലാവരും പറയും അള്ളാഹുവാണ് ആരാധനക്കർഹൻ, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയും. പക്ഷെ ഈ മലക്കുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്
മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പ് അള്ളാഹു തന്നെ സ്വയം പറയാണ്, നാം തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത്. ആ നിലക്ക് നമ്മളോ, അള്ളാഹുവിന് നമ്മൾ സാക്ഷി നിൽക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടാവാണ്, ആരാധ്യനാണ്, അവൻ ഏകനാണ് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് മലക്കുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പും അള്ളാഹു തന്നെ സ്വയം ആ കാര്യത്തിന് അവനാണ് ഏറ്റവും വലിയ സാക്ഷി എന്നൊക്കെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്കാണ് സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, വഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ. വക്കീൽ നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് വക്കീൽ എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹു സകല കാര്യങ്ങളുടെയും വക്കാലത്ത് നേരത്തെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ കൈകാര്യക്കാരനായിട്ട് അള്ളാഹുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൈകാര്യക്കാരനെ നമ്മൾ അവലംബിക്കുക എന്ന് പറയുന്നത് ഹസ്ബി അല്ലാഹ്, ആ അള്ളാഹു മതി എന്ന് നമ്മൾ പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ കൈകാര്യം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്ന റബ്ബിനെ നമ്മൾ വക്കീലാക്കുമ്പോ, അവന് വക്കാലത്ത് കൊടുക്കുമ്പോ നമുക്കത് പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ അങ്ങോട്ടൊന്നും പറയാനില്ല. നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രമല്ല ആ റബ്ബ് പ്രവർത്തിക്കുന്നത്. റബ്ബിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത്, നമ്മളൊരാളെ വക്കീലാക്കിയാൽ നമ്മൾ എന്താ പറഞ്ഞത് അതിനനുസരിച്ച് വാദിക്കുകയും ആ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് വക്കീൽ എന്ന് പറയുന്നത്. ഇവിടെ റബ്ബ് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാത്രമല്ല അവന്റെ ഇടപെടൽ, നമ്മൾ ചോദിച്ചിട്ടും ചോദിക്കാതെയും നമ്മുടെ കാര്യങ്ങളിൽ റബ്ബ് ഇടപെടും. നമ്മൾ ചോദിച്ചാൽ തന്നെ ചോദിച്ചത് മുഴുവനും അങ്ങനെ തന്നെ നടത്തിത്തരണം എന്നില്ല. നമ്മുടെ ഭാവി അറിയുന്ന പടച്ച റബ്ബ് എന്താണ് നമുക്ക് അനുഗുണമായത് ആ കാര്യങ്ങൾ മാത്രം നടത്തിത്തരുന്ന റബ്ബ് രക്ഷിതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ആയത്ത്, ലാ തുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇത് നമ്മളൊന്ന് മനസ്സിരുത്തേണ്ട കുറഞ്ഞ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരായത്താണ് ഇതും അടുത്ത ആയത്തും. അതിന്റെ പ്രാഥമികമായി ചില കാര്യങ്ങൾ പറയാം. ലാ തുദ്രിക്കുഹു, കണ്ടെത്തുകയില്ല, പ്രാപിക്കുകയില്ല, അവനെ പ്രാപിക്കുകയില്ല, കണ്ടെത്തുകയില്ല. അൽ അബ്സാറു, കണ്ണുകൾ, ബസറിൻ കണ്ണ്, അബ്സാറിൻ കണ്ണുകൾ. അടുത്ത ആയത്തിൽ ബസീറത്തുന്നുണ്ട്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. അപ്പൊ ബസർ എന്ന് പറഞ്ഞാലോ പുറം കാഴ്ചയാണ്. നമ്മുടെ കണ്ണ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരു സംഗതിയെ നോക്കുമ്പോ കാണുന്ന ആ സംഗതിക്ക് ബസർ എന്ന് പറയാം. എന്നാൽ കുറെ നമ്മുടെ ഉൾക്കണ്ണ് കൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾക്കാണ് ബസീറത്ത് എന്ന് പറയാം. അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കുന്നതാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ ഈ പുറം കണ്ണുകൾക്കുണ്ടല്ലോ, ലാ തുദ്രിക്കുഹുൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല. പല കണ്ണുകളുണ്ട്, പലരുടെയും കണ്ണുകളുണ്ട്. പല കണ്ണുകൾക്കും വ്യത്യസ്തമായ കാഴ്ച ശക്തിയാണ്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ച ശക്തികളുള്ള ഏതേതൊരു തരത്തിലുള്ള കണ്ണുകളാണെങ്കിലും കിരണങ്ങൾ കണ്ണിൽ തട്ടി കാര്യങ്ങൾ നിർണയിക്കുന്ന മനുഷ്യൻ, കാഴ്ചക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ആ കാര്യത്തെ നിർണയിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ നോക്കുമ്പോ നമ്മുടെ കാഴ്ചയുടെ പരിമിതിയിൽ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നുവെങ്കിലാണ് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇവിടെ റബ്ബിനെ ഗ്രഹിക്കാൻ കഴിയുന്ന, കണ്ടെത്താൻ കഴിയുന്ന ഒരു കണ്ണുമില്ല. പരുന്തിന്റെ കണ്ണിന് കുറെ ശക്തിയുണ്ട്, മനുഷ്യന്റെ കണ്ണിനേക്കാൾ ശക്തിയുണ്ട്. മനുഷ്യന്റെ കണ്ണിനേക്കാൾ ശക്തി കൂടുതലുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഭൂമുഖത്ത്. പക്ഷെ ഏത് തരത്തിലുള്ള കണ്ണുകളാണെങ്കിലും ആ കണ്ണുകൾക്കൊന്നും തന്നെ അവനെ കണ്ടെത്താൻ കഴിയില്ല. ആരെ കണ്ടെത്താൻ കഴിയില്ല? ഈ പറഞ്ഞ രക്ഷിതാവിന് മുകളിൽ പറഞ്ഞ് നമ്മളെ ആയത്തുകൾ വേഗതയിൽ പറഞ്ഞു പോന്നു. അതിന് പക്ഷേ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരാണ് റബ്ബ് എന്ന്? സൃഷ്ടാവാണ്, നിങ്ങളുടെ അന്നദാതാവാണ്, നിങ്ങളുടെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. മക്കളില്ല, സാഹിബത്തില്ല, മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളല്ല, ജിന്നുക്കൾ അള്ളാഹുവിന്റെ മക്കളും നിങ്ങൾ ആരാധിക്കാൻ പറ്റുന്നവരുമല്ല, അള്ളാഹുവിന്റെ സന്താനങ്ങളില്ല. അങ്ങനെ പല നിലക്കും അള്ളാഹുവിനെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞതാണ് ആ റബ്ബിനെ ഒരു കണ്ണിനും കാണാൻ കഴിയില്ല. മനുഷ്യന്റെ ശരീരത്തിൽ എപ്പോഴും
ആവേശത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം. ആ അവയവത്തെ സംബന്ധിച്ചാ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാകും, പലതും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയോ? നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. ലാ തുദ്രിക്കു എന്ന പ്രാപിക്കാൻ കഴിയില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാർ, അവൻ കണ്ണുകളെ പ്രാപിക്കുന്നവനാണ്. അൽ അബ്സാറ യുദ്രിക്കു, തുദ്രിക്കു നീ കണ്ടെത്തുന്നു, യുദ്രിക്കു അവൻ കണ്ടെത്തുന്നു. നിങ്ങൾ കണ്ടെത്തുകയില്ല, എന്നാൽ അവൻ കണ്ടെത്തുന്നു, അവൻ പ്രാപിക്കുന്നു. അൽ അബ്സാറ എല്ലാ കണ്ണുകളെയും. ആയിനത്തല്ല അഴീനി എന്ന് പറഞ്ഞില്ലേ? കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും തിരിച്ചറിയുന്നവരാണ് റബ്ബ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓരോ കണ്ണിന്റെയും ചലനങ്ങൾ, ഓരോ കണ്ണിന്റെയും നോട്ടങ്ങൾ, ഓരോ കണ്ണുമുള്ള ശരീരം, ഓരോ കണ്ണുകളും ഉള്ള എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും. അപ്പോ അതിനെല്ലാറ്റിനെയും എന്ന അർത്ഥത്തിലാണ്, എല്ലാറ്റിനെയും കണ്ടെത്തുന്നവനാണ്. നമ്മൾ നോക്കുമ്പോ, കണ്ണുകൊണ്ട് നോക്കുമ്പോ നമ്മുടെ കണ്ണ് ഒരുപക്ഷെ ബൈനോക്കുലർ പോലെ നമ്മൾ പോയിട്ട് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് നോക്കിയാലും ഒരു സംഗതിയാണ് നമ്മൾ കാണുക. ഒരു ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കുന്നത്, ഒന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ റബ്ബിന്റെ നോട്ടം അങ്ങനെയല്ല. എല്ലാ കണ്ണുകളെയും, എല്ലാ കണ്ണുകളിലേക്കും കൃത്യമായി നോക്കാനും അറിയാനും അതാരാണെന്ന്, എന്താണെന്ന്, ആ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്താ, ആ കണ്ണിന്റെ നോട്ടം എങ്ങോട്ടാ, ആ കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്നൊക്കെ. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ അൽ ലത്തീഫാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. അൽ ഖബീർ, അഭിജ്ഞനാണ്. ഈ രണ്ട് വാക്കും വളരെയേറെ പഠിക്കേണ്ട രണ്ട് പദങ്ങളാണ്. ലത്തീഫുൻ എന്ന, ലത്തഫ എന്ന വാക്കും ലത്തിഫ എന്ന വാക്കും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് എടുത്തു നോക്കി പരിശോധിച്ച് നോക്കുക. വളരെ അത്ഭുതം നിറഞ്ഞ അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു പദാണ് ലത്തീഫുൻ. ലത്തഫ എന്നതിൽ നിന്നും അതേപോലെ ലത്തിഫ എന്നതിൽ നിന്നും വരുന്ന ആ വാക്കുകൾ. ഇവിടെ ലത്തിഫ സൂക്ഷ്മജ്ഞാനി എന്നർത്ഥത്തിലുള്ള, ഹഫിയായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവൻ എന്നർത്ഥത്തിലാണ് അൽ ഖബീർ. വളരെ നിപുണനായ. ഖബീർ എന്ന് പറഞ്ഞാൽ വിദഗ്ധനായിട്ടുള്ള ആളെ സംബന്ധിച്ചാണ് പറയാ. നമ്മുടെ ഈ ലാബിലൊക്കെ നമ്മളെ പിന്നെ ഈ രക്തമൊക്കെ പരിശോധിക്കുന്ന, അത് അനലൈസ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഖബീർ എന്നത്. അതിലെന്തൊക്കെ ഘടകങ്ങളുണ്ട് സൂക്ഷ്മമായി കണ്ടെത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് ഖബീർ എന്ന് പറയാ. അങ്ങനെ ലബോറട്ടറിക്ക് പറയുന്ന വാക്കാണ്. അതിൽ നിന്ന് ഈ ഖബീർ എന്നുള്ള ഖിബ്റത്ത് ആ വാക്കിൽ നിന്നാണ് അതേപോലെയുള്ള വാക്കുകളൊക്കെ വരുന്നത്. അപ്പൊ ആ നിലക്കൊക്കെ അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പദങ്ങളാണ്, ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ വിശദാംശങ്ങളിലെ